ഒരു പാറമടയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർ കാണിച്ചുകൊണ്ടാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. കാറിനുള്ളിൽ നമ്മുടെ കഥാനായകനായ സിദ്ധാർത്ഥ് ഭാര്യ ലക്ഷ്മിയോട് സംസാരിക്കുകയാണ്. ഇന്ന് സിദ്ധാർത്ഥൻ്റെയും ഭാര്യ ലക്ഷ്മിയുടെയും ഡിവോഴ്സ് കേസ് കോടതിയിൽ നടക്കുകയായിരിക്കും. കോടതിയിലൂടെ സിദ്ധാർത്ഥനെ കാണാത്തതിനെ തുടർന്നാണ് ഭാര്യ ലക്ഷ്മി വിളിക്കുന്നത്. നിങ്ങൾ എനിക്ക് മനഃപൂർവ്വം ഡിവോഴ്സ് തരാതിരിക്കാൻ വേണ്ടിയാണ് കോടതിയിലോട്ട് വരാതിരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട്. എനിക്കിനി നിങ്ങളുടെ കൂടെ കഴിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം എന്ന് പറഞ്ഞ് ലക്ഷ്മി ഒരുപാട് ദേഷ്യപ്പെടുന്നു സിദ്ധാർത്ഥിനോട്. സിദ്ധാർത്ഥ് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും ലക്ഷ്മി അതിന് തയ്യാറാകുന്നില്ല. നിനക്ക് വേറെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ? അതിനു വേണ്ടിയാണോ നീ എന്നെ ഒഴിവാക്കുന്നത് എന്ന് സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് എൻ്റെ മകൾ താരയോട് സംസാരിക്കണം എന്ന് സിദ്ധാർത്ഥൻ പറയുമ്പോൾ അതിന് സമ്മതിക്കാതെ ലക്ഷ്മി ഫോൺ കട്ടാക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു കുട്ടി ഒരു സഞ്ചിയുമായി ഒരുപാട് ദൂരത്തു നിന്ന് നടന്നു വരുന്നതാണ്. പുറകെ ആ കുട്ടിയുടെ അമ്മയും വളരെ ക്ഷീണിച്ച് അവശയായി വരുന്നുണ്ട്. വളരെയധികം ക്ഷീണിതയായ അവർ അവിടെ തളർന്നു വീഴുന്നു. അത് കണ്ട് പേടിച്ച് ആ കുട്ടി അമ്മയുടെ അടുത്തോട്ട് ഓടുന്നു. ആ കുട്ടി അമ്മയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ അമ്മ ആ കുട്ടിയെ തള്ളി മാറ്റുകയാണ്. ശേഷം അമ്മ മകളെ തിരിഞ്ഞു നോക്കാതെ ഒറ്റക്ക് നടന്നു പോകുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ കാർ അതിലെ വരുന്നത്. ക്ഷീണം സഹിക്കാനാവാതെ ആ സ്ത്രീ സിദ്ധാർത്ഥൻ്റെ കാറിൻ്റെ മുമ്പിൽ തളർന്നു വീഴുന്നു. അത് കണ്ട് പേടിച്ച് സിദ്ധാർത്ഥും ആ കുട്ടിയും ഓടി വരുന്നു. എന്തുപറ്റി? ഹോസ്പിറ്റലിൽ പോകണോ? വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കാം എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നു. എന്നാൽ കുറച്ച് നടന്നപ്പോഴേക്കും ആ സ്ത്രീ പിന്നെയും തളർന്നു വീഴുന്നു. നിങ്ങൾ പറയുന്നത് കേൾക്കൂ, ഇത്രയും ദൂരം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ കഴിയില്ല. കാറുണ്ട്, വീട്ടിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി ആക്കാം എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ അവസാനം അവർ ആ കാറിൽ കയറുന്നു. സിദ്ധാർത്ഥ് ആ സ്ത്രീയോട് പേരും സ്ഥലവും മറ്റു ഡീറ്റെയിൽസും ചോദിക്കുന്നു. എന്നാൽ ആ സ്ത്രീ എൻ്റെ പേര് സതി എന്നാണ് എന്ന് മാത്രം പറയുന്നു. സിദ്ധാർത്ഥ് പിന്നെയും പലതും ചോദിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ സ്ത്രീ ഒന്നിനും മറുപടി നൽകിയില്ല. ആ കുട്ടിക്ക് സിദ്ധാർത്ഥ് ഒരു മിഠായി എടുത്തു കൊടുക്കും. എന്നിട്ട് മോളുടെ പേര് എന്താണ് എന്ന് ചോദിക്കും. അതിന് ഒന്നും ആ കുട്ടി പറയുകയില്ല. അത് കേട്ട് സതി പറയും അവൾ സംസാരിക്കുകയില്ല. അപ്പോഴാണ് പുറകിലൂടെ ഒരു ബൈക്ക് വരുന്ന ശബ്ദം കേട്ട് സതി പേടിച്ച് തിരിഞ്ഞു നോക്കുന്നത്. ആ ബൈക്കുകാരൻ സിദ്ധാർത്ഥൻ്റെ കാറിനെ വട്ടം വെച്ച് നിർത്തിപ്പിക്കുന്നു. അയാൾ വന്ന് സതിയോടും മകളോടും ഇറങ്ങാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ് ആരാ, എന്താ, നിങ്ങൾക്ക് എന്തു വേണം എന്ന് ചോദിക്കുന്നു. എൻ്റെ പേര് രഘു, ഇത് എൻ്റെ ഭാര്യയും മകളുമാണ് എന്ന് പറഞ്ഞ് അവരെ ആ കാറിൽ നിന്നിറക്കി ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നു. പോകുന്ന വഴി ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു കിറ്റും ബാഗും നിലത്ത് വീഴുന്നു. അത് അറിയാതെ അവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ മിററിലൂടെ സിദ്ധാർത്ഥ് ഇത് കാണുന്നു. സിദ്ധാർത്ഥ് നിലത്ത് വീണ ബാഗും കവറും മറ്റു സാധനങ്ങളും എടുത്തു വെക്കുന്നു. സിദ്ധാർത്ഥിന് എന്തോ പന്തുകേട് തോന്നി തൻ്റെ ഫ്രണ്ടായ ജേർണലിസ്റ്റ് രമണിയെ വിളിക്കുന്നു. എന്നാൽ ആ ജേർണലിസ്റ്റ് അത് വളരെ നിസ്സാരമാക്കിയെടുക്കുന്നു. നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ മിനിമം ആ സ്ത്രീ മരിച്ചെന്നെങ്കിലും കേൾക്കണമല്ലോ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ആ സ്ത്രീയോട് ദേഷ്യപ്പെടുന്നു. അത് കേട്ട് ഞാൻ അന്വേഷിക്കാമെന്ന് ആ ജേർണലിസ്റ്റ് പറയുന്നു. ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ സ്ഥലമൊന്നും എനിക്കറിയില്ല, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. പിന്നീട് സിദ്ധാർത്ഥ് ആ സ്ത്രീയുടെ ബാഗിൽ നിന്ന് കിട്ടിയ നമ്പറിലോട്ട് വിളിക്കുന്നു. എന്നാൽ ആരോ ആ കോൾ കട്ടാക്കുന്നു. കുറച്ച് കഴിഞ്ഞ് സിദ്ധാർത്ഥിനെ മറ്റൊരാൾ വിളിക്കുന്നു. അയാൾ തൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ സിദ്ധാർത്ഥിൻ്റെ ഡീറ്റെയിൽസ് സിദ്ധാർത്ഥിന് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് നിങ്ങൾ ആരാ, എൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു. എന്നാൽ സിദ്ധാർത്ഥ് ചോദിച്ചതിന് മറുപടി പറയാതെ ആ നമ്പർ നിനക്ക് എവിടെ നിന്ന് കിട്ടി, പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അവരുടെ ഭീഷണി വകവെക്കാതെ സിദ്ധാർത്ഥം തിരിച്ച് ദേഷ്യപ്പെടുന്നു. ആ സ്ത്രീയുടെ ബാഗിൽ നിന്ന് കിട്ടിയ നമ്പറിനെ കുറിച്ചായിരിക്കും അവർ ചോദിക്കുന്നത്. സിദ്ധാർത്ഥ കോൾ കട്ടാക്കി വഴിയിൽ വീണുപോയ ബാഗും മറ്റു സാധനങ്ങളും തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അവരെ അന്വേഷിച്ചു പോകുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ ഫ്രണ്ടായ ആ ജേർണലിസ്റ്റ് തിരിച്ചു വിളിക്കുന്നത്. ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചുവെന്നും അത് അത്ര നല്ല പന്തിയുള്ള സ്ഥലമല്ല, ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ആ ജേർണലിസ്റ്റ് സിദ്ധാർത്ഥിനോട് പറയുമെങ്കിലും സിദ്ധാർത്ഥ് അത് കേൾക്കാതെ അവരെ അന്വേഷിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഒരുപാട് ദൂരം പോയ ശേഷം അയാളുടെ ബൈക്ക് അവിടെ വീണ് കിടക്കുന്നത് കാണുന്നു. സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങി അവരുടെ വീട് അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രഘുവിൻ്റെ വീടാണ്. അവിടെ ഇരുന്ന് കരയുന്ന രഘുവിനെ മകൾ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം സതി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് രഘു പിടിച്ചു വാങ്ങുന്നു.
രഘു സതിയോട് സിദ്ധാർത്ഥിനെ കുറിച്ച് ചോദിക്കുന്നു. ആരടി അവൻ? അവനാണോ നിന്റെ പുതിയ കാമുകൻ? നീ അവൻ്റെ കൂടെ പോകാനാണോ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ച് ഒരു മടല് വെട്ടി സതിയെ അടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥ് അതുവഴി അവരെ അന്വേഷിച്ച് വരുന്നത് കാണുന്നത്. നിങ്ങളുടെ വീണുപോയ ബാഗും കിറ്റും തിരിച്ചു തരാൻ വേണ്ടി വന്നതാണ്. സതി അത് വാങ്ങിക്കാൻ സിദ്ധാർത്ഥിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പിന്നെയും തളർന്നു വീഴുകയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ ഭർത്താവായ രഘു അതിനെ സമ്മതിക്കുന്നില്ല. എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയുന്നു. അത് കേട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്നും തിരിച്ചു പോരുന്നു. എന്നാൽ അപ്പോഴാണ് സിദ്ധാർത്ഥിന് ആ സ്ത്രീയെയും കുട്ടിയെയും എവിടെയോ കണ്ടു മറന്നതുപോലെ തോന്നുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ സിദ്ധാർത്ഥ് അമ്മയെ വിളിക്കുന്നു. എന്നാൽ അപ്പോഴാണ് സിദ്ധാർത്ഥ് രഘുവിൻ്റെ അലർച്ച കേൾക്കുന്നത്. സിദ്ധാർത്ഥ് പോയി നോക്കുമ്പോൾ സതി രഘുവിനെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. സിദ്ധാർത്ഥ് ഓടി വന്ന് സതിയുടെ കയ്യിൽ നിന്ന് തീപ്പെട്ടി വാങ്ങിച്ച് വലിച്ചെറിഞ്ഞു അത് തടയുകയാണ്. സിദ്ധാർത്ഥ് രഘുവിനെ പൂട്ടിയിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നു. പുറത്തോട്ട് വന്ന രഘു പിന്നെയും ഓരോന്ന് പറഞ്ഞ് കരയുകയാണ്. ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ, നിങ്ങൾക്കറിയാതിരിക്കൂ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് രഘുവിനെ ആശ്വസിപ്പിക്കുന്നു. സിദ്ധാർത്ഥ് രഘുവിനോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഞാൻ സഹായിക്കാം എന്ന് പറയുമ്പോൾ രഘു ഇവിടെ നിന്ന് സാറൊന്ന് പോയി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു തൊഴുകുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ കാറിനടുത്ത് കുറച്ച് സ്ട്രേഞ്ചേഴ്സ് വന്നു നിൽക്കുന്നത്. അവർ സിദ്ധാർത്ഥിൻ്റെ കാർ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് അത് കണ്ട് ഓടി വരുന്നത്. എന്നാൽ സിദ്ധാർത്ഥിനെ ആ സ്ട്രേഞ്ചേഴ്സ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പിന്നെയും ആ നമ്പറിനെ കുറിച്ച് ചോദിക്കുന്നു. എനിക്ക് ആ നമ്പറിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒരു സ്ത്രീയുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, ആ സ്ത്രീയെ ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവരെയും പൂട്ടി ആ സ്ത്രീയുടെ വീട്ടിലോട്ട് പോകുന്നു. ആ സ്ട്രേഞ്ചർ അവിടെ വന്ന സതിയോട് ബാഗിനെയും ആ നമ്പറിനെയും കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ബാഗും നമ്പറും ഇവിടെയില്ല എന്ന് സതി കള്ളം പറയുന്നു. അത് കേട്ട് സിദ്ധാർത്ഥ് ഞെട്ടുന്നു. സാർ, അവർ പറയുന്നത് പച്ചക്കള്ളമാണ്, ഞാൻ അവർക്ക് ആ ബാഗ് തിരിച്ചു കൊടുത്തതാണ്, അത് ഇവിടെ തന്നെ ഉണ്ടാകും, ഞാനത് തപ്പിയെടുത്തു തരാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ആ ബാഗ് ആ വീട് മുഴുവൻ പരിശോധിക്കുന്നു. ഒടുവിൽ സിദ്ധാർത്ഥ് ആ ബാഗ് അവിടെ നിന്ന് കണ്ടെത്തുന്നു. അത് സിദ്ധാർത്ഥ് ആ സാറിനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ സാറിന് ആ ബാഗ് കൊടുക്കുന്നതിന് മുമ്പേ സതി ആ ബാഗ് തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നു. ആ സ്ട്രേഞ്ചർ സതിയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് നിർബന്ധിച്ച് വാങ്ങിയെടുക്കുന്നു. ആ ബാഗ് അവർ വിശദമായി പരിശോധിക്കുമ്പോൾ അവർ അന്വേഷിച്ചു വന്ന ആ നമ്പർ എഴുതിയ ഒരു കടലാസ് അവർക്ക് ലഭിക്കുന്നു. ഇത് ആര് തന്താണ് എന്ന് അയാൾ സതിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഇത് ഇയാൾ വെച്ചതായിരിക്കും എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിൻ്റെ തലയിൽ ആക്കുന്നു. അത് കേട്ട് അവർ സിദ്ധാർത്ഥിനെ പിടിച്ചു കെട്ടി സിദ്ധാർത്ഥിൻ്റെ കൈ തല്ലിച്ചതയ്ക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട് പേടിച്ച് സതി നിലവിളിച്ച് ഞാനെല്ലാം പറയാമെന്ന് പറയുന്നു. ആ നമ്പർ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ത എന്ന് സതി പറയുന്നു. അത് കണ്ട് സഹിക്കാനാവാതെ രഘു സതിയെ തല്ലിച്ചതയ്ക്കുന്നു. അടുത്ത നിമിഷം തന്നെ സതിയെയും രഘുവിനെയും ആ സ്ട്രേഞ്ചർ വെടിവെച്ച് കൊല്ലുകയാണ്. ഇത് കണ്ട സിദ്ധാർത്ഥ് അവരിൽ നിന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങി ആ കുട്ടിയുമായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. സിദ്ധാർത്ഥ് ആ കുട്ടിയെയും കൊണ്ട് ആ കാട്ടിലോട്ട് ഓടി വിളിക്കുകയാണ്. സിദ്ധാർത്ഥ് ആ കുട്ടിയോട് പേര് ചോദിക്കും. അപ്പോൾ താര എന്നാണ് എൻ്റെ പേരെന്ന് ആ കുട്ടി പറയും. സിദ്ധാർത്ഥിൻ്റെ മകളുടെ പേരും താര എന്നായിരിക്കും. എന്നെ നിങ്ങൾ തൊടണ്ട എന്ന് പറഞ്ഞ് ആ കുട്ടി കാട്ടിലോട്ട് കയറി പോവുകയാണ്. ആ കുട്ടിയെ തടയാനോ മറ്റൊന്നും ചെയ്യാനാവാതെ ആ കുട്ടിയെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണിച്ചുകൊണ്ട് ഈ ഫിലിം ഇവിടെ തീരുകയാണ്. ഈ സ്റ്റോറി മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് വേണ്ടി വിശദമായി പറഞ്ഞു തരാം. നമുക്ക് തിരിച്ച് സിദ്ധാർത്ഥിൻ്റെ ലൈഫിലോട്ട് തന്നെ വരാം. ഭാര്യയുമായുള്ള ഡിവോഴ്സിനെ തുടർന്ന് ഡിപ്രഷനിലായ സിദ്ധാർത്ഥ് കാണുന്ന ഹലൂസിനേഷൻ മാത്രമാണ് രഘുവും ഭാര്യ സതിയും ആ കുട്ടിയും. ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത രഘുവും ഭാര്യയ്ക്ക് ഡിവോഴ്സ് കൊടുക്കാത്ത സിദ്ധാർത്ഥനും ഒരേപോലെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കോടതിയായിട്ടാണ് ആ സ്ട്രേഞ്ചറിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെയും ലക്ഷ്മിയുടെയും പ്രശ്നങ്ങൾക്കിടയിൽ ഒന്നും മിണ്ടാനാവാതെ ഇരിക്കുന്ന അവരുടെ മകളുടെ തന്നെ പ്രതിബിംബമാണ് രഘുവിൻ്റെയും സതിയുടെയും മകളായ സംസാരിക്കാനാവാത്ത ആ കുട്ടി. അതുകൊണ്ടാണ് അവസാനം സിദ്ധാർത്ഥ് പേര് ചോദിക്കുമ്പോൾ തൻ്റെ മകളായ താരയുടെ പേര് തന്നെ ആ കുട്ടി പറയുന്നത്. അച്ഛനും അമ്മയും ഇല്ലാതായാൽ ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഇവിടെ തീരുന്നത്. എൻ്റെ ഈ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.